കാട്ടുപന്നികൾ ഇപ്പോൾ നാട്ടിലാണ്. വാഹനാപകടം മുതൽ മനുഷ്യന് ജീവൻ വരെ നഷ്ടപ്പെടുന്ന നിരവധി സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. നേരത്തെ വനത്തിനടുത്താണ് ഇവയെ കണ്ടിരുന്നതെങ്കിലും തെരുവ് നായ്ക്കളെ പോലെ പന്നികളെ ഇന്ന് എല്ലായിടത്തും കാണാം. കൃഷിക്ക് പന്നികൾ വരുത്തുന്ന നാശം മാത്രമേ മുൻപ് വാർത്തകളിൽ ഇടം നേടിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വട്ടംകുളം ഗ്രാമപഞ്ചായത്തിൽ നിന്നും 34ഓളം കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത്. വ്യാപകമായ കൃഷിനാശം വരുത്തിയതോടെയാണ് ഔദ്യോഗികമായ വേട്ട സംഘത്തിന്റെ സഹായത്തോടെ കാട്ടുപന്നികളെ വേട്ടയാടിയത്. നെല്ലും വാഴയും കപ്പയും അടക്കമുള്ള കാർഷിക വിളകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. കാർഷിക വിളകൾ നിരന്തരം നശിപ്പിക്കപ്പെട്ടതോടെ കർഷകർ കാർഷിക മേഖലയിൽ നിന്നും വിട്ടുനിൽക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. കർഷകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കാട്ടുപന്നികളെ വേട്ടയാടി നശിപ്പിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നമ്മുടെ പന്നിയുടെ വാസസ്ഥലം അന്വേഷിച്ച് നമ്മുടെ സെലിയുടെ നേതൃത്വത്തിലും സെക്രട്ടറിയുടെ നേതൃത്വത്തിലും കുറച്ച് ആളുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ചുറ്റിക്കറങ്ങി അവരൊക്കെ വളരെ കൃത്യമായി തന്നെ ഇതിന്റെ വാസസ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നമ്മളെ കൃഷിക്കാർക്ക് വലിയ രീതിയിലുള്ള ദുരന്തം വിതച്ചുകൊണ്ട് ഈ പന്നികളൊക്കെ നമ്മുടെ കൃഷിയിടങ്ങളിലും ഇപ്പോൾ നെൽവയലൊക്കെ വിളഞ്ഞു നിൽക്കുന്ന സമയമാണ്. നെൽവയലുകളിലൊക്കെ വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് യാതൊരു രീതിയിലും അവർക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം ഉണ്ടാക്കി കർഷകരൊക്കെ വലിയ ദുരിതത്തിലായിരുന്നു. ഒരു പരിധിവരെയുള്ള ചെറിയ ഒരു ആശ്വാസമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതുപോലെ തന്നെ ഒരു വേട്ട നടത്തിയിരുന്നു. ഇനിയും ഒരു 2 മാസം കൂടി കഴിഞ്ഞ് അല്ലെങ്കിൽ പന്നികളുടെ ശല്യം അതിരൂക്ഷമായിട്ട് നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാമെന്ന് സക്കീറാക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു പരിധിവരെ നമുക്കിവിടെ നമ്മുടെ കൃഷിക്കാർക്ക് ഒരു ആശ്വാസം ആയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. പെരിന്തൽമണ്ണ, പാലക്കാട്, എറണാകുളം മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബോർ ഹണ്ടേഴ്സ് ടീമിന്റെ പ്രൊഫഷണൽ വേട്ടക്കാരായ MM സക്കീർ ഹുസൈൻ, ദിലീപ് മേനോൻ, സംഗീത്, VC മുഹമ്മദ് അലി, ഇല്യാസ്, ഇസ്മയിൽ, മങ്കട അസീസ് എന്നിവരടങ്ങുന്ന സംഘമാണ് സലീം അയിലക്കാടിന്റെ നേതൃത്വത്തിൽ പന്നിവേട്ട നടത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും പകലുമായി വട്ടംകുളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടത്തിയ പന്നിവേട്ടയിൽ ചെറുതും വലുതുമായ 34ഓളം പന്നികളെ സംഘം വേട്ടയാടിക്കൊന്നു. ഇവിടുത്തെ ഭരണസമിതിയും പ്രത്യേകിച്ച് പ്രസിഡന്റും ഒക്കെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും അതുപോലെ ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറിയും ഒക്കെ വളരെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നും എത്രയും പെട്ടെന്ന് വരണം, നിരന്തരം അവരുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് വന്നത്. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് പഞ്ചായത്തുകൾ പെൻഡിങ് ആണ്. ഞങ്ങളുടെയൊക്കെ അടുത്തടുത്തുള്ള പഞ്ചായത്തുകളിൽ തന്നെ ഞങ്ങൾ ചെയ്തിട്ട് എത്തുന്നില്ല. ഇതിങ്ങനെ കൂടുതലായി വരുന്നൊരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് നിലമ്പൂര്, അതുപോലെ കാളികാവ്, അതുപോലെ കരുവാരക്കുണ്ട്, പ്രത്യേകിച്ച് ഈ മലയോര മേഖല റിസർവ് വനങ്ങളോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അവിടങ്ങളിലൊക്കെ ഇവിടെ ഇത്രയും അറ്റത്ത് ഇതിങ്ങോട്ട് ഒരു ഏകദേശം പൊന്നാനിയുടെ തീരപ്രദേശത്തിന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പ്രദേശമാണ് വട്ടക്കുളം എന്നൊക്കെ പറഞ്ഞത്. ഇവിടെ അടക്കം ഇത്രയധികം പന്നികൾ ഉണ്ടാവുമ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ മലയോര മേഖലയിൽ എത്ര കണ്ട് ഇത് അതിക്രമിച്ച് ഇതിന്റെ അതിപ്രസരം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒക്കെ മൊത്തം ഈ ജില്ലയിൽ ഈ DFO പാനലിലുള്ള ഷൂട്ടേഴ്സ് മുഴുവൻ എല്ലാവരും ഒക്കെ ഇതുപോലെ ഇത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഒരു ഒഴിവുമില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ഏറെക്കുറെയൊക്കെ ഒരു പരിധിവരെ തടയിടാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു 2-3 പ്രാവശ്യം കൂടി ഇനിയും ഇതിന്റെ പഞ്ചായത്ത് ഒരു വലിയ പ്രദേശം അടങ്ങുന്നതാണ് വട്ടക്കുളം പഞ്ചായത്ത്. ഒരു പകുതി ഭാഗങ്ങളിൽ ഞങ്ങൾക്ക് എത്തിപ്പെടാൻ പ്രസന്റ് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ഇനി ഇതുപോലെ പ്രയാസമുണ്ട് എന്ന് കർഷകർ പരാതിയുമായി വരികയാണെങ്കിൽ ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടി വരാം. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. ആളുകളെ ഇടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും. അതുപോലെ വാഹനങ്ങൾക്ക് കുറുകെ പാഞ്ഞാൽ ഇപ്പോൾ ദിവസം പേപ്പറിലും TV-യിലും കാണാം, ബൈക്കിനും ഓട്ടോറിക്ഷകൾക്കും ഒക്കെ കുറുകെ പാഞ്ഞുകൊണ്ടുണ്ടാവുന്ന മനുഷ്യർക്ക് വരുന്ന ജീവനാംശങ്ങളും അതുപോലെയുള്ള മാരക പരിക്കുകളുമൊക്കെ ആയ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം.
അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇതുപോലെ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇനിയും ഒരിക്കൽ കൂടി വരും എന്നുകൂടി ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഉറപ്പ് നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. പന്നിശല്യത്തിന് താൽക്കാലിക പരിഹാരം മാത്രമാണ് ഉണ്ടായിട്ടുള്ളതെന്നും പന്നിശല്യം വീണ്ടും രൂക്ഷമായാൽ അവയെ നശിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചു. പ്രത്യേകിച്ച് നെൽകർഷകർ വലിയ തോതിലുള്ള ദുരിതം ഈ കാട്ടുപന്നിയുടെ ശല്യം മൂലം അനുഭവിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വനംവകുപ്പ് അംഗീകരിച്ച ഷൂട്ടർമാരെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മാർഗരേഖ ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മാർഗരേഖകൾ പാലിച്ചുകൊണ്ട് നമ്മളിപ്പോൾ കാട്ടുപന്നികളെ കൊന്നൊടുക്കിയിരിക്കുകയാണ്. ഇത് ഒരു പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഘട്ടം മാത്രമാണുള്ളത്. കർഷകരുടെ ആവശ്യം നമ്മൾ മുൻനിർത്തി ഇനിയും ഈ മേഖലയിൽ ഈ പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വലിയൊരു ആവശ്യം നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നതാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് MA നജീബ്, മുൻ പ്രസിഡന്റ് കഴുങ്ങിൽ മജീദ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കൊന്ന പന്നികളെ വലിയ കുഴിയെടുത്ത് കുഴിച്ചുമൂടി. CNTV എടപ്പാൾ.